Hi friends, welcome to YouTube channel. This video Epson launch all-in-one ink tank A3 printer Epson L14150 printer scanner driver download install a simple video. Video is channel subscribe, like, comment, share. Video. Scanner driver install ചെയ്യുന്നതിന് മുമ്പ് printer driver ആദ്യം must ആയിട്ട് install ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഈ scanner software വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഗൂഗിളിന്റെ ഒരു ഹോം പേജ് എടുത്തു അവിടെ നമ്മൾ Epson L14150 printer scanner driver എന്നുള്ളത് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ L14150 scanner driver എന്നുള്ളത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്തു കഴിഞ്ഞാണ്ട് അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അല്ലെങ്കിൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ epson.co.in എന്നുള്ള എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം. ആ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളെ എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. വന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. അവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നമുക്ക് സിമ്പിളാണ്, വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻസ് ഉണ്ട് വിൻഡോസിൻ്റെ. നമ്മളത് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമുക്കിത് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്നുള്ളത് കണ്ടില്ലേ ബ്രാക്കറ്റിലായിട്ട് ചെയ്ത് അതാണ് നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അത് സെലക്ട് ചെയ്താണ്ട് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വെബ്സൈറ്റ് ഒന്നുകൂടി റീഫ്രഷ് ആയിട്ട് നമ്മളെ വിൻഡോസ് 10 64 ബിറ്റിനുള്ള രീതിയിലുള്ള ഡ്രൈവർ പാക്കേജുള്ള ഇതായിട്ട് ഓപ്പൺ ആയിട്ട് വരും വെബ്സൈറ്റ്. അതിൽ നമുക്ക് താഴെ പോന്നു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. താഴെ കണ്ടില്ലേ ഈ റെക്കമെൻഡ് ഫോർ എന്നല്ല, താഴെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ 3 ഫയൽ ഉണ്ടാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 3 ഫയൽ ഉണ്ടാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഈ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതെങ്ങനെ ചെയ്യില്ല എന്നുള്ള വീഡിയോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളിപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് നമ്മൾ സ്കാനർ ഡ്രൈവറാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്തു. അപ്പം വെബ്സൈറ്റ് അടുത്ത പേജിലോട്ട് പോയി അവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി താഴെ നമുക്ക് കാണാൻ കഴിയും ആ ഫയൽ ഡൗൺലോഡിങ് ആവുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. അത് അൺസിപ്പ് ഫയലിലേക്കാരും വരിക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ഞാൻ. അപ്പോൾ ഓപ്പണിംഗ് എന്നുള്ള കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, അപ്പം നമ്മളെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അൺസിപ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ അക്സെപ്റ്റ് എന്നുള്ള ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ആൾറെഡി USB കേബിൾ കണക്ട് ചെയ്തിരിക്കണം. പ്രിൻ്റർ ഡ്രൈവർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ഈ എപ്സൺ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളിത് ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഫിനിഷിംഗ് എന്നുള്ള ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ആ ഫിനിഷിംഗ് എന്നുള്ളത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ ഇതിൽ പോയിട്ട് നമ്മൾ എപ്സൺ സ്കാൻ ടു പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് ഇട്ടു, കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. താഴെ ഞാൻ പ്രിവ്യൂ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഒന്ന് മുകളിലേക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഈ പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് അർത്ഥം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.